അല്ല ഞാൻ ചോദിക്കട്ടെ, അത് മറ്റുള്ളവർ അത് പറയുന്നില്ല, മറ്റുള്ളവർ അവർക്ക് താല്പര്യമുള്ളതേ പറയുന്നുള്ളൂ. വിട്ടേക്കൂ, നിങ്ങൾക്കെല്ലാം പറയാമല്ലോ. നിങ്ങൾ എന്തിനാണ് പെട്ടെന്ന് വിഡ്രോവൽ മൂഡിലേക്ക് പോകുന്നത്? അതായത് കേന്ദ്ര സർക്കാർ, അതിന് നേതൃത്വം കൊടുക്കുന്ന BJP, അതിന് കൊടുക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയ ആശയധാര, അത് നിങ്ങളെ വേട്ടയാടുകയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? നിങ്ങൾക്ക് ഈ വർഷങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന പെർസിക്യൂഷനുമായി ബന്ധപ്പെട്ട കണക്കുകൾ സഭയുടെ ആസ്ഥാനത്ത് കിട്ടുന്നില്ലേ? അപ്പൊ ആ ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ, അതേ ഗ്രാവിറ്റിയിൽ നിലനിർത്താൻ നിങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങൾ പെട്ടെന്ന് പിൻവാങ്ങുകയാണ്. ഞങ്ങളില്ല കേട്ടോ, ഒരു വഴക്കിനില്ല എന്ന മട്ട് സ്വീകരിക്കുകയാണ്. അതേസമയം വേട്ടയാടപ്പെടുകയാണ് മനുഷ്യർ. അത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ആവേശം, മറ്റുള്ളവർക്ക് എല്ലാ കാര്യത്തിലും ആവേശം ഉണ്ടായെന്ന് വരില്ല, പക്ഷെ നിങ്ങൾക്കുണ്ടാവണമല്ലോ എല്ലാ കാര്യത്തിലും ആവേശം. അതെന്താണ് നിങ്ങൾ ആവേശം കെടുത്തുന്നത് പ്രശ്നം കഴിയാത്തിടത്തോളം കാലം? താങ്കൾക്ക് മറുപടി തരാം. ഞങ്ങളുടെ ആവേശം ഒരിക്കലും തണുത്തിട്ടില്ല. ഒരു യുദ്ധമുന്നണിയിൽ പോകുമ്പോൾ 2 അടി മുമ്പോട്ട് വെച്ച് വിജയിക്കുന്ന ശേഷം 1 അടി പിൻപോട്ട് വെച്ചുകൊണ്ട് ഒരു വിജയത്തിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്ന രീതി അവിടെ ഉണ്ട് നിഷാദെ. അത് നിങ്ങൾ മറന്നു പോകരുത്. സ്വാഭാവികമായിട്ടും കോടതിയിൽ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ അത് ചെയ്യും. ഇപ്പോൾ തന്നെ ബഹളം വെക്കണം, അവിടെ കടക്കാനായിട്ട് ഇപ്പോഴേ നമ്മൾ മുന്നൊരുക്കം നടക്കണമെന്നുള്ളതല്ല, നമ്മൾ അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുകയും ചെയ്യും. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ മാനസിക പീഡനവും, അതായത് നമുക്ക് അർഹതപ്പെട്ടത് നിഷേധിക്കുന്നതും നമ്മളെ മാനസികമായി പീഡിപ്പിക്കുന്നതും ഒക്കെ ഈ പറയുന്ന മതപീഡനത്തിന്റെ പരിധിയിൽ വരും. അത് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് അർഹതപ്പെട്ട അവകാശങ്ങളെ ഇവിടെ നിഷേധിക്കുന്ന സംഭവങ്ങൾ, അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ വിശ്വാസത്തിന്റെ പേരിലുള്ള ഒരു പീഡനം തന്നെയായിട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയണം. ഇത് ആളുകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കേസുകൾ എടുത്താൽ മാത്രമല്ല, നമുക്കറിയാം ചില രാജ്യങ്ങളിൽ ബൈബിൾ കൊണ്ടുവിടുന്നാൽ അറസ്റ്റ് ചെയ്യും. ബൈബിൾ കൈവശം വെക്കാൻ പാടില്ല, നമുക്കറിയാം, അവിടുത്തെ നിയമമാണിത്. അതുപോലെ തന്നെ യമനിൽ അന്ന് കിടന്നിരുന്ന ടോം ഉഴുന്നാലി അച്ഛൻ അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പം അന്ന് വിടിയിച്ചുകൊണ്ട് വന്നത് അന്നത്തെ ഭരണകക്ഷിയുടെ, അന്നത്തെ കേന്ദ്ര നയിക്കുന്ന സർക്കാരിന്റെ ബഹുമാനപ്പെട്ട സുഷമ സ്വരാജ് അവറുകളാണ് വിടിയിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഒരു നന്മയും അവരിലില്ല എന്ന് നിങ്ങൾ എപ്പോഴും ആരോപിക്കരുത്. നന്മ ചെയ്താൽ നന്മയാണെന്ന് പറയണം, തിന്മ ചെയ്താൽ തിന്മയാണെന്ന് പറയണം. അതായിരിക്കണം രാഷ്ട്രീയം. അതായത് അന്ധമായിട്ടൊരു വിഭാഗത്തെ എപ്പോഴും എതിർത്ത് സംസാരിച്ചുകൊണ്ടേയിരിക്കണം എന്ന് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു, എന്താ പറയാ, ഒരു കാണുന്നത്. കേരള BJP 1, സുരേഷ് ഗോപി 1, അമിത്ഷാ 1, ഛത്തീസ്ഗഡ് BJP 1, ആ ഗോൾവാൾക്കർ വേറൊന്ന്, പിന്നെ ഹെഡ്ഗേവാർ വേറൊന്ന്, ഇന്ത്യയിലെ BJPയുടെ ഫേസ്ബുക്ക് പേജ് വേറൊന്ന്, ഛത്തീസ്ഗഡിലെ പേജ് വേറെ ഒന്ന്. ഛത്തീസ്ഗഡിലെ BJPയുടെ പേജിൽ വരച്ചു വെച്ച കാർട്ടൂൺ കണ്ടോ താങ്കൾ? വെരിഫൈഡ് പേജിൽ വന്നത് ചാക്കിൽ കെട്ടി ആദിവാസികളെ കൊണ്ടുപോകുന്ന കന്യാസ്ത്രീകളുടെ പടം. അതാണ് ആ സംഘടനയുടെ നിലപാട്. അതൊന്നും നിങ്ങൾ കാണാതിരിക്കുന്നത്. അത് നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. എന്താണ് ക്രിസ്ത്യാനികൾ ഈ രാജ്യത്തിന്റെ സംസ്കാരം തകർക്കാൻ പ്രവർത്തിക്കുന്ന വിദേശ പ്രസ്ഥാനത്തിന്റെ ഏജന്റുകൾ എന്നാണ് ഡോക്ടർ ജി എഴുതി വെച്ചിരിക്കുന്നത്, അല്ലെ? അങ്ങനെ കരുന്നിടത്തോളം കാലം അവരെ സംസ്കാരത്തിന്റെ ശത്രുക്കളായിട്ട് കാണാൻ പറ്റുന്നു. അതെന്താ നിങ്ങൾ കാണാതിരിക്കുന്നത്? അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട മനുഷ്യരല്ലേ തെരുവിലിറങ്ങി കന്യാസ്ത്രീകളെ ഇങ്ങനെ വിചാരണ ചെയ്യുന്നത്? അതെന്താ കാണാതിരിക്കുന്നത്? നിങ്ങൾ അവരിലെ ഈ പറയുന്ന അവിടെ ഒരു നന്മ കണ്ടു, ഇവിടെ നന്മ കണ്ടു, ബേസിക് ഇഷ്യൂ എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? അല്ല, നിങ്ങൾ പെട്ടെന്ന് വിഡ്രോ ചെയ്യാണ്. നിഷാദെ, ഈ കോൺഗ്രസ് മുന്നണികൾ ഇവിടെ ഭരിക്കുമ്പോഴും ഈ അടുത്ത കാലത്ത് 10 കൊല്ലമായുള്ള BJP കണ്ടിന്യൂസ് ആയിട്ട് ഭരിക്കുന്നത് 10 കൊല്ലമല്ലേ ആയുള്ളൂ. അതിനു മുമ്പ് ഈ രാജ്യത്ത് ഭരണം നടന്നിരുന്നില്ലേ? അന്നും ഈ തരത്തിലുള്ള ക്രിസ്ത്യൻ പീഡനങ്ങൾ കേരളത്തിനകത്തും പുറത്തും ഉണ്ടായിട്ടില്ലേ? ഇതൊരു ഇപ്പോൾ അതിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്, അതിൻ്റെ ആധിക്യം വർദ്ധിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നു. അത് നമ്മൾ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയും അത് അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണെന്ന് പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ശക്തമായിട്ട് അതിനെതിരെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്.